ഈ ഐറ്റം. നിങ്ങൾ സീരിയസ് ആയിട്ട് വെയിറ്റ് ലോസ് നോക്കുന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മെഷീനിൽ ഈ വെയിങ് മെഷീനിൽ നിങ്ങൾ ഒരു ദിവസം ഒരു നേരം കഴിച്ച ഫുഡ് ഇതിപ്പോ ഞാനിപ്പോ എൻ്റെ ഒരു നേരത്തെ ഉച്ചക്കത്തെ ഒരു നേരത്തെ ഫുഡ് ഞാൻ അളന്ന് മെഷർ ചെയ്തിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ആ മെഷർമെന്റ് വെച്ചിട്ട് നമുക്ക് ഇത്ര കെജി ഓക്കെ അല്ലെ ഇത്ര ഗ്രാം വെച്ചിട്ട് നമുക്ക് അതിന്റെ കാലറീസ് കൗണ്ട് ചെയ്യാൻ പറ്റും. അത് മെഷീനിൽ പറ്റില്ല. മെഷീനിൽ കിട്ടില്ല. വെയിറ്റ് മാത്രമേ കിട്ടുള്ളൂ. അത് നേരെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇപ്പൊ ഇത്ര റൈസ്, ഇത്ര ചിക്കൻ, ഇത്ര ഗ്രാം ചിക്കൻ എടുത്തു. അത് എത്ര കാലറി ഉണ്ടെന്ന് നമുക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട് എന്നൊക്കെ നമുക്ക് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്യാൻ നോക്കും. ഇതിന് വലിയ വിലയൊന്നുമില്ല. വളരെ നിസ്സാര വിലയേ ഉള്ളൂ. ഒരു ₹250 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ആമസോണിൽ നിന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം മേടിക്കാൻ കിട്ടും. ഇത് മസ്റ്റായിട്ടും മേടിച്ചാൽ അത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഇന്ന് കുറച്ച് വർക്കൗട്ട് സ്ട്രെങ്ത് ചെയ്യാനുള്ള വർക്കൗട്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കൂടുതൽ എക്സർസൈസ് ആയിരുന്നു. ഡൈനാമിക്സ് എക്സർസൈസ് ഒക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. ഇന്ന് കുറച്ച് സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇതെന്റെ അമ്മയാണ്. ഞാൻ പോലും എക്സ്പെക്ട് ചെയ്തില്ല അമ്മ ഇങ്ങനെയൊക്കെ പുഷപ്പ് ചെയ്യുമെന്ന്. പുഷപ്പിന്റെ 1, 2 വേരിയേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടാമത് കൊടുത്തേക്കുന്നത് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. ബിഗിനേഴ്സിന് നല്ലതായിരിക്കും. ആദ്യം കൊടുത്തേക്കുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല അമ്മ അത് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അമ്മ കുറച്ചുകൂടെ ട്രെൻഡ് ആയിട്ടുണ്ട്. ഈ പ്രായത്തിൽ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഒരു അത്ഭുതമാണ്. ലേഡീസിനൊക്കെ കുറച്ചുകൂടെ പാടായിരിക്കും. ഈ രണ്ടാമത്തെ വാൾ പുഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൈക്ക് കുറച്ചുകൂടെ സ്ട്രെങ്ത് കിട്ടും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ലെഗിന്റെ വർക്കൗട്ട്. ലെഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ്സാണ്. നമ്മുടെ ആയുസ്സ് നിശ്ചയിക്കുന്ന വലിയ മസിൽസുകളുള്ള ഒരു ഗ്രൂപ്പാണ് ലെഗ് എന്ന് പറയുന്നത്. കാഫ് മസിൽസ് ഇതെല്ലാം ലെഗ് അടങ്ങി കാഫ് മസിൽസ് ആണ് നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബ്ലഡ് പമ്പ് വരുന്നതും കാഫ് മസിൽസ് ആണ്. ഈ ലെഗിലെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഒന്നും വളരെ നിസ്സാരമായിട്ട് എടുക്കരുത്. ഇത് ഓരോ ദിവസവും നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടേക്കുന്ന എക്സസൈസിന്റെ കൂട്ടത്തിൽ ഒരു ദിവസം അത് ചെയ്തതിന്റെ കൂട്ടത്തിൽ എല്ലാ ദിവസവും ഇത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. കണ്ടിന്യൂഷൻ ആയിട്ട് ഇടുന്നത്. കുറച്ച് ദിവസം ഇടാൻ പറ്റിയില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളിപ്പോ ലാസ്റ്റ് വീഡിയോ കണ്ട വാമപ്പ് എക്സസൈസിന് ശേഷം ഇത് എല്ലാ ദിവസവും ബാക്കിയുള്ളതായിട്ട് ഇത് ചെയ്യുക. ഓക്കെ. ഇത് നോർമൽ എക്സസൈസ് ആണ്. അധികം വെയിറ്റ് ട്രെയിനിങ് ഒന്നുമില്ല. കാര്യം വെയിറ്റ് വീട്ടിൽ ഒന്നും അവൈലബിൾ അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് കൂടുതലും ചെയ്യുന്നത്. അല്ലാത്തവർക്ക് ജിമ്മിൽ പോയിട്ട് ചെയ്യാൻ വേറെ എക്സസൈസ് ഉണ്ട്. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അവർക്ക് ജിമ്മിൽ പോയിട്ട് എന്ത് ചെയ്യണം, എന്തൊക്കെ കഴിക്കണം എന്നുള്ള പേഴ്സണൽ കോച്ചിങ് ഞാൻ കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട്. അതിന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോസ് കണ്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും ഇത് റിപ്പീറ്റ് ചെയ്യുക. ഒരു കാര്യം മനസ്സിലാക്കുക, കൺസിസ്റ്റൻസി ആണ് ഇതിന്റെ കീ.